പ്രിയമുള്ളവരെ, വചനജ്വാല 1729 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 26 ചൊവ്വാഴ്ച, മാതാവിന്റെ വണക്കമാസം 26 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് എസെക്കിയേലിന്റെ പുസ്തകം 17 അധ്യായം 1 മുതൽ 24 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. മുന്തിരിച്ചെടിയും കഴുകന്മാരും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് ഒരു കടങ്കഥ പറയുക, ഒരു അന്യോപദേശം വിവരിക്കുക. നീ പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വലിയ ചിറകുകളും നീണ്ടതും നിറപ്പകിട്ടുള്ളതുമായ ധാരാളം തൂവലുകളും ഉള്ള ഒരു വലിയ കഴുകൻ ലെബനോനിൽ വന്ന് ഒരു ദേവദാരുവിന്റെ അഗ്രഭാഗം കൊത്തിയെടുത്തു. അവൻ അതിന്റെ ഇളം ചില്ലകളുടെ അഗ്രം അടർത്തി കളഞ്ഞിട്ട് വാണിജ്യത്തിന്റെ നാട്ടിൽ വ്യാപാരികളുടെ നഗരത്തിൽ അത് നട്ടു. അവൻ ആ ദേശത്തെ ഒരു വിത്തെടുത്ത് ഫലഭൂയിഷ്ടമായ മണ്ണിൽ നിറഞ്ഞ ജലാശയത്തിനരികിൽ അരളിയുടെ കമ്പ് നടുന്നത് പോലെ നട്ടു. അത് മുളച്ച് താഴ്ന്നു പടരുന്ന ഒരു മുന്തിരിച്ചെടിയായി തീർന്നു. അതിന്റെ ശാഖകൾ അവന്റെ നേർക്ക് തിരിഞ്ഞിരുന്നു. വേരുകൾ അടിയിലേക്കിറങ്ങി അത് മുന്തിരിച്ചെടിയായി വളർന്ന് ശാഖകൾ വീശി ഇല നിറഞ്ഞു. വലിയ ചിറകുകളും ധാരാളം തൂവലുമുള്ള മറ്റൊരു കഴുകനും ഉണ്ടായിരുന്നു. തന്നെ അവൻ നനയ്ക്കുമെന്ന് കരുതി മുന്തിരിച്ചെടി അവന്റെ നേരെ ശാഖകൾ നീട്ടുകയും വേരുകൾ അവന്റെ നേരെ നീട്ടുകയും ചെയ്തു. ശാഖകൾ വീശി ഫലമണിഞ്ഞ് ഒരു നല്ല മുന്തിരിച്ചെടിയായി തീരാൻ വേണ്ടി അവൻ അതിനെ നിറഞ്ഞ ജലാശയത്തിനരികിൽ ഫലഭൂയിഷ്ടമായ മണ്ണിൽ പറിച്ചു നട്ടു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് പറയുക, അത് തഴച്ചു വളരുമോ? അവൻ അതിന്റെ വേരുകൾ പറിച്ചെടുക്കുകയും ശാഖകൾ വെട്ടിമാറ്റുകയും ചെയ്യുകയില്ലേ? അതിന്റെ തളിർപ്പുകൾ കരിഞ്ഞു പോവുകയില്ലേ? അത് പിഴുതെടുക്കാൻ വലിയ ശക്തിയോ ആളോ ആവശ്യമില്ല. പറിച്ചു നട്ടാൽ അത് തഴച്ചു വളരുമോ? കിഴക്കൻ കാറ്റടിക്കുമ്പോൾ അത് നിശേഷം നശിച്ചു പോവുകയില്ലേ? വളരുന്ന തടത്തിൽ തന്നെ നിന്ന് അത് കരിഞ്ഞു പോവുകയില്ലേ? കർത്താവ് എന്നോട് അരുളി ചെയ്തു, ധിക്കാരികളുടെ ഭവനത്തോട് പറയുക, ഇതിന്റെ അർത്ഥമെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അവരോട് പറയുക, ബാബിലോൺ രാജാവ് ജെറൂസലേമിൽ വന്ന് അവളുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ രാജകുമാരന്മാരിൽ ഒരുവനെ തിരഞ്ഞെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവനെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും ചെയ്തു. സ്വയം ഉയരാനാവാത്ത വിധം രാജ്യം ദുർബലമാകാനും അവന്റെ ഉടമ്പടി പാലിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കാനുമായി അവൻ അവിടുത്തെ പ്രബലന്മാരെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. എന്നാൽ അവൻ കുതിരകളെയും വലിയ സൈന്യത്തെയും ആവശ്യപ്പെട്ടുകൊണ്ട് ഈജിപ്തിലേക്ക് സ്ഥാനപതികളെ അയച്ച് അവനെ ധിക്കരിച്ചു. അവൻ വിജയിക്കുമോ? ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുവനെ രക്ഷപ്പെടാനാകുമോ? അവനെ ഉടമ്പടി ലംഘിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ്. ആരെ അവനെ രാജാവാക്കിയോ അവരോടുള്ള പ്രതിജ്ഞ അവൻ അവഹേളിച്ചുവോ
ആരുടെ ഉടമ്പടി അവൻ ലംഘിച്ചുവോ ആ രാജാവ് വസിക്കുന്ന ബാബിലോണിൽ വെച്ച് തന്നെ അവൻ മരിക്കും. വളരെ പേരെ നശിപ്പിക്കാൻ കോട്ട കെട്ടി ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ഫറോവയുടെ ശക്തമായ സൈന്യവും സന്നാഹങ്ങളും അവനെ യുദ്ധത്തിൽ സഹായിക്കുകയില്ല. എന്തെന്നാൽ രാജകുമാരൻ പ്രതിജ്ഞ അവഗണിച്ച് ഉടമ്പടി ലംഘിച്ച് കൈകൊടുത്ത് സത്യം ചെയ്തിട്ടും ഇങ്ങനെ പ്രവർത്തിച്ചത് മൂലം അവൻ രക്ഷപ്പെടുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് അവൻ എന്റെ പ്രതിജ്ഞ ധിക്കരിക്കുകയും എന്റെ ഉടമ്പടി ലംഘിക്കുകയും ചെയ്തതിനുള്ള പ്രതികാരം അവന്റെ തലയിൽ തന്നെ ഞാൻ വരുത്തും. അവന്റെ മേൽ ഞാൻ വല വീശും. അവൻ എന്റെ കെണിയിൽ വീഴും. അവനെ ഞാൻ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. അവൻ എനിക്കെതിരെ ചെയ്ത അതിക്രമത്തിന് ഞാൻ അവിടെ വെച്ച് അവനെ വധിക്കും. അവന്റെ സൈന്യത്തിലെ വീരന്മാർ വാളിനിരയാകും. ശേഷിക്കുന്നവർ നാനാദിക്കിലേക്കും ചിതറിക്കപ്പെടും. കർത്താവായ ഞാനാണ് സംസാരിച്ചതെന്ന് നിങ്ങൾ അപ്പോൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിന്റെ മുകളിൽ നിന്നൊരു കൊമ്പെടുത്ത് ഞാൻ നടും. അതിന്റെ ഇളം ചില്ലകളിൽ നിന്ന് ഏറ്റവും മുകളിലെടുത്ത് ഉന്നതമായ ഒരു പർവ്വത ശൃംഗത്തിൽ ഞാൻ നട്ടുപിടിപ്പിക്കും. ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ തന്നെ ഞാൻ അത് നടും. അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്തു. എല്ലാ തരം മൃഗങ്ങളും അതിന്റെ കീഴിൽ വസിക്കും. അതിന്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകെട്ടും. കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്. ഞാനത് നിറവേറ്റുകയും ചെയ്യും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഫിലിപ്പ് നേരിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. എളിമയ്ക്കും സന്തുഷ്ടിക്കും പ്രസിദ്ധനും റോമായുടെ അപ്പസ്തോലനുമായ ഫിലിപ്പ് നേരി 1515 ഫ്ലോറൻസിൽ ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ അനുസരണത്തിൽ വളർന്നു. വ്യാകരണവും സാഹിത്യ പഠനവും കഴിഞ്ഞ് 18-ാം വയസ്സിൽ ചിറ്റപ്പന്റെ അടുക്കലേക്ക് അയച്ചു. ചിറ്റപ്പന്റെ അവകാശിയായി സസുഖം ജീവിക്കാമായിട്ടും ചിറ്റപ്പന്റെ അവകാശിയായി സസുഖം ജീവിക്കാമായിരുന്നിട്ടും പൗരോഹിത്യത്തെ ഉന്നം വെച്ച് റോമിലെ ഒരു പ്രഭുവിന്റെ വീട്ടിൽ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും ഉപരിപഠനം നടത്തുകയും ചെയ്തു. പ്രാർത്ഥനയും ഉപവാസവും ഇന്ദ്രിയ നിഗ്രഹവും വഴി തന്റെ കന്യകാത്വം അഭംഗമായി പാലിച്ചു. ദേവാലയ സന്ദർശനവും ആശുപത്രി സന്ദർശനവുമാണ് വ്യായാമം. 1550 ജൂബിലി വർഷത്തിൽ ഫിലിപ്പ് ആരംഭിച്ച ആശുപത്രി ഇന്നും റോമായിലുണ്ട്. ഫിലിപ്പ് രോഗികളെ ശുശ്രൂഷിക്കുകയും തീർത്ഥാടകരുടെ പാദങ്ങൾ കഴുകുകയും ചെയ്തിരുന്നു. ആത്മാനായി പ്രവർത്തിക്കാനാണ് തന്റെ ആഗ്രഹമായിരുന്നുവെങ്കിലും 36-ാം വയസ്സിൽ ആത്മീയ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വൈദികനായി അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അതാണ് ഓററ്റേറിയൻ സഭയുടെ സ്ഥാപന ചരിത്രം. ദിവ്യബലിയിൽ പലപ്പോഴും കരഞ്ഞുകൊണ്ടായിരുന്നു പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നത്. മരണം വരെ
ഫിലിപ്പ് തന്നെയാണ് ഓററ്ററിയുടെ ജനറൽ. ഒരു പുണ്യവാനാണെന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ തെരുവീതിയിൽ ബിയർ കുടിച്ച് താൻ പാപിയാണെന്ന് പറഞ്ഞിരുന്നു. ഒരിക്കൽ ദൈവമാതാവ് ഫിലിപ്പിനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 80-ാം വയസ്സിൽ മുൻകൂട്ടി അറിയിച്ചിരുന്നത് പോലെ അദ്ദേഹം ദിവംഗതനായി. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.